കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് സഖാവ് കെ.ആർ. ഗൗരിയമ്മ. 17 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് ഗൗരിയമ്മ മത്സരിച്ചത്. അതിൽ 4 എണ്ണത്തിൽ പരാജയപ്പെടുകയും ബാക്കി 13 എണ്ണത്തിൽ വിജയക്കൊടി പാറിക്കുകയും ചെയ്തു. 1-2 തെരഞ്ഞെടുപ്പുകളിൽ കൂടി ഗൗരിയമ്മ വിജയിച്ചിരുന്നുവെങ്കിൽ കെ.എം. മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പേരിലുള്ള 50 വർഷം MLA എന്ന റെക്കോർഡ് ഭേദിക്കാമായിരുന്നു. 1948 തിരുവിതാംകൂർ സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കെ.ആർ. ഗൗരിയമ്മ ആദ്യമായി മത്സരിക്കുന്നത്. അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് തോൽക്കുവാനുണ്ടായത്. 1949 തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം 1952 പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പമാണ് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ തുറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഗൗരിയമ്മ മത്സരിച്ചത്. കാരണം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനമുള്ള കാലമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് ഗൗരിയമ്മ വിജയത്തുടക്കം കുറിച്ചു. പിന്നീട് 1954 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഗൗരിയമ്മ ചേർത്തല നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അയ്യപ്പനെ തോൽപ്പിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് വനിതാ നേതാവായി മാറി. ഐക്യ കേരളത്തിന് ശേഷം 1957 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേർത്തല മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സുബ്രഹ്മണ്യ പിള്ളയെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യ EMS മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രിയായി ചുമതലയേറ്റു സഖാവ് കെ.ആർ. ഗൗരിയമ്മ. പിന്നീട് ചേർത്തല നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 5 തവണ MLA ആകുവാനും കെ.ആർ. ഗൗരിയമ്മയ്ക്ക് കഴിഞ്ഞു. എന്നാൽ 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ CPIയിലെ PS ശ്രീനിവാസനോട് തോറ്റോടുകൂടി കെ.ആർ. ഗൗരിയമ്മ ചേർത്തല മണ്ഡലം ഉപേക്ഷിക്കുകയും പിന്നീട് 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ അരൂർ മണ്ഡലത്തിലേക്ക് മാറുകയും അവിടെ വിജയം നേടുകയും ചെയ്തു. 1980 മുതൽ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 6 തവണ വിജയിച്ച ഗൗരിയമ്മയെ 1996 CPMൽ നിന്നും പുറത്താക്കി. പുറത്തായ ഗൗരിയമ്മ JSS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് UDFൻ്റെ സഹായത്തോടെ 1996 തെരഞ്ഞെടുപ്പിലും 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് വിജയിക്കുകയും UDF മന്ത്രിസഭയിൽ അംഗമാകുകയും ചെയ്തു. 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ CPMലെ യുവ നേതാവായ AM ആരിഫിനോട് തോറ്റ ഗൗരിയമ്മ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പായ 2011 തൻ്റെ പഴയ തട്ടകമായ ചേർത്തല നിയോജക മണ്ഡലത്തിലാണ് മത്സരിച്ചത്. എന്നാൽ അവിടെയും CPIയിലെ പ്രമുഖ നേതാവായ P. തിലോത്തമനോട് തോൽക്കുകയാണുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പോടെ തൻ്റെ പാർലമെൻ്ററി ജീവിതം അവസാനിപ്പിക്കുകയും വിശ്രമ ജീവിതത്തിലേക്ക് മാറുകയും ചെയ്തു ഗൗരിയമ്മ. 2021 മെയ് 11 കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ വനിതാ കമ്മ്യൂണിസ്റ്റ് നേതാവായ കെ.ആർ.